LDF, UDF, BJP താല്പര്യമില്ല. കുറച്ചുകൂടി ജനങ്ങൾക്ക് മാറ്റം വരുത്താൻ ജനങ്ങളോട് കൃത്യമായിട്ടൊരു പ്രതിബദ്ധതയുള്ളത് ഞാൻ ഇന്ന് കണ്ടത് ആം ആദ്മി. അതുകൊണ്ട് അതിലേക്ക് അപ്പോൾ ഇനി മത്സരിക്കുന്നത് എങ്ങനെയാണ്? ആം ആദ്മിയുടെ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കും. കോഴിക്കോട് കോൺഗ്രസിൽ ഈ തർക്കം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഇന്ന് 12 മണിയോടെ പ്രഖ്യാപിക്കും. അതിനു മുൻപ് തന്നെ കോൺഗ്രസിലുള്ള പൊട്ടിത്തെറികൾ കോഴിക്കോട് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് ഈ നടക്കാവിൽ കൗൺസിലറായിരുന്ന ആൾ രാജിവെച്ച് ഇപ്പോൾ ആം ആദ്മിയിലേക്ക് ചേർന്നിരിക്കുകയാണ്. അൽഫോൻസിയാണ് നമ്മുടെ കൂടെയുള്ളത്. എന്താണ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനത്തിന് തൊട്ട് മുന്നേ ഇങ്ങനെ ഒരു രാജി? പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് തന്നെയാണ് രാജിവെക്കേണ്ടത്. കാരണം ജനങ്ങളോടുള്ള പ്രതിബദ്ധത 5 വർഷത്തേക്കാണ്. അത് പൂർത്തീകരിച്ചു. ഐ എം സാറ്റിസ്ഫൈഡ്. ബട്ട് ഇതല്ല ഇവിടെ വേണ്ട. കാരണം ഇവിടെയുള്ള ഈ സിസ്റ്റം വളരെ പരാജയത്തിലാണ്. ഈ അഴിമതി 45 വർഷമായിട്ടുള്ള ഈ അഴിമതികൾ ഈ ജനങ്ങൾ അറിയുന്നില്ലേ? ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട്. നല്ലൊരു മാറ്റം ആവശ്യമാണ്. അപ്പോൾ ആ മാറ്റം ആവശ്യത്തിന് ഞങ്ങൾ കുറേ കൗൺസിലേഴ്സ് റെഡി ടു ജോയിൻ ഇൻ ആം ആദ്മി. ഫസ്റ്റ് ഞാൻ വരുന്നു, പുറകെ ഇനി വരുന്നുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇങ്ങനെ ഒരു രാജിയുടെ കാരണം കോൺഗ്രസിന്റെ DCC ഓഫീസിന് കൃത്യമായി മനസ്സിലായി. ടീച്ചർ ഒരു ജന പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു താല്പര്യമില്ല. LDF, UDF, BJP താല്പര്യമില്ല. കുറച്ചുകൂടി ജനങ്ങൾക്ക് മാറ്റം വരുത്താൻ ജനങ്ങളോട് കൃത്യമായിട്ടൊരു പ്രതിബദ്ധതയുള്ളത് ഞാൻ ഇന്ന് കണ്ടത് ആം ആദ്മി. അതുകൊണ്ട് അതിലേക്ക്. അപ്പോൾ ഇനി മത്സരിക്കുന്നത് എങ്ങനെയാണ്? ആം ആദ്മിയുടെ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കും. എവിടെയാണെന്ന് തീരുമാനം അത് പിന്നീട് തീരുമാനിക്കും. ഐ നോ, ബട്ട് ഐ വിൽ ഗിവ് ദ നോമിനേഷൻ, ദെൻ യു വിൽ ഗെറ്റ് ഇറ്റ്. അപ്പോൾ ഈ ഇങ്ങനൊരു പെട്ടെന്നുള്ളൊരു രാജി വരുന്ന സമയത്ത് അത് കോൺഗ്രസിനൊരു തിരിച്ചടി ആകുമെന്ന് കരുതുന്നുണ്ടോ? കോൺഗ്രസിന് തിരിച്ചടിയില്ല. കോൺഗ്രസ് ഒരു നാഷണൽ പാർട്ടിയല്ലേ. എന്ത് തിരിച്ചടി? അവരിങ്ങനെ എന്നും കോഴിക്കോട് കോർപ്പറേഷൻ അവരെന്നും തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുക. എന്നോട് ആരും അടി ഉണ്ടായിട്ടില്ല.